ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അയർലൻഡിൽ വിസിറ്റിംഗ് വിസയിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ പേരൻസിനെയോ സിബ്ലിങ്സിനെയോ ഒക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കമൻറ്റ് ചെയ്യാം. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് സ്ട്രെയിറ്റ് പോകാം. ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ സ്റ്റെപ്പ് പറയാം. നമ്മൾ ഫസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അത് നമുക്ക് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏജൻസി ത്രൂ ചെയ്യണമെങ്കിൽ അവരത് ചെയ്തോളും. ഞാൻ ഏജൻസി ത്രൂ ആണ് ചെയ്തത്. ഞാൻ ആ ഏജൻസിയുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഏജൻസി ചെയ്യാനൊരു താല്പര്യമുള്ളവർക്ക് ഏജൻസി ത്രൂ ചെയ്യാം. അതല്ല തന്നെ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് www.irishimmigration.in നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് ഷോർട്ട് ടേം വിസ ചൂസ് ചെയ്യണം. ഷോർട്ട് ടേം വിസ എന്ന് പറയുന്നത് 3 monthsലേക്കാണ് വിസിറ്റിംഗ് വിസ. അത് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ സ്പോൺസർ ഡീറ്റെയിൽസും നിങ്ങളുടെ പാസ്പോർട്ടിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവർ സിംഗിൾ എൻട്രിയുടെ പേയ്മെൻറ്റിൻ്റെ കാര്യം പറയും. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസിപ്റ്റ് കിട്ടും. അത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുകയോ സേവ് ചെയ്തൊക്കെ സൂക്ഷിക്കുക. സോ അങ്ങനെ നിങ്ങൾ VFSൽ അപ്പോയിൻമെൻറ്റ് എടുക്കുക. അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന ദിവസം നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവർ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ, ഇത് പാസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നോർമൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഇപ്പോൾ ആപ്ലിക്കൻ്റ് ചെല്ലുമ്പോഴത്തേക്ക് ആപ്ലിക്കൻറ്റിൻ്റെ കയ്യിൽ സ്പോൺസേഴ്സ് ഡോക്യുമെൻസും ആപ്ലിക്കൻ്റ് ഡോക്യുമെൻസും കാണണം. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് കൊണ്ട് ചെന്ന് കഴിയുമ്പോൾ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പാസ്പോർട്ട് ഡീറ്റെയിൽസിന് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അതെല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവർ പറയും ഒരു 4 to 8 weeks ടൈം എടുക്കും. ചിലപ്പം 4 to 10 weeks ഒക്കെ എടുക്കുമായിരിക്കും. ഞാൻ ചെയ്ത സമയത്ത് 1 month 10 days അങ്ങനെ ഏതാണ്ടൊക്കെ എടുക്കും. അപ്പോൾ അത്രയൊക്കെ ടൈം എടുക്കത്തുള്ളൂ യൂഷ്വലി. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് കൊറിയർ ചാർജും അതുപോലെ തന്നെ SMS, അതായത് നമുക്കിതിൻ്റെ സ്റ്റേറ്റസ് അറിയാനായിട്ടുള്ള SMS-ന് ഉള്ളൊരു ചാർജുണ്ട്. ഇത്രയും ചാർജ് കൂടെ വാങ്ങിക്കും. എന്നിട്ട് ഇവർ ഈ സംഭവം ഡൽഹി എംബസിയിലേക്ക് വിടും. പിന്നെ അവിടെ നിന്നാണ് നമുക്ക് ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നമുക്ക് കൊറിയറായിട്ട് വീട്ടിലേക്ക് വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഏജൻസി ത്രൂ ആണ് ചെയ്യുന്നതെങ്കിൽ ചെയ്യുന്ന ഏജന്റ് ആയിരിക്കും സ്പോൺസറിൻ്റെ ഡോക്യുമെൻറ്റിന് കൊണ്ടുവരുന്നത് VFSൽ. ആപ്ലിക്കൻ്റ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് നിങ്ങൾ ആപ്ലിക്കൻ്റ് ആരാന്ന് വെച്ചാൽ അവർ ചെന്നാൽ മതി. ബാക്കി അവർ ഏജന്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും അവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ. വേറെ അങ്ങനെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. സോ ഞാൻ ഏജൻസി ത്രൂ ആണ് ചെയ്തത്. അതുകൊണ്ട് എൻ്റെ ഏജൻറ്റിൻ്റെ ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വേണ്ടവർക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിനി സ്ട്രെയിറ്റ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് സ്പോൺസറിൻ്റെ സൈഡിൽ നിന്നും കുറച്ച് ഡോക്യുമെൻറ്റ്സ് വേണം, ആപ്ലിക്കൻറ്റിൻ്റെ സൈഡിൽ നിന്നും കുറച്ച് ഡോക്യുമെൻറ്റ്സ് വേണം. സ്പോൺസർ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ പേരൻറ്റിനെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ സ്പോൺസർ ഞാനാണ്. ആപ്ലിക്കൻ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരാനിരിക്കുന്ന എൻ്റെ പേരൻ്റാണ് ആപ്ലിക്കൻ്റ്. സോ സ്പോൺസേഴ്സ് ഡോക്യുമെൻ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വേണ്ടത് പാസ്പോർട്ടിൻ്റെ ഫുൾ പേജ് കോപ്പിയാണ്. രണ്ടാമതായിട്ട് ഗാഡ കാർഡിൻ്റെ ബോത്ത് സൈഡ് കോപ്പി. പിന്നെ വേണ്ടത് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ലാസ്റ്റ് 6 months വിത്ത് മിനിമം ബാലൻസ് €3,000. പിന്നെ പേ സ്ലിപ്പ് വേണം ഫോർ ലാസ്റ്റ് 3 months. എംപ്ലോയ്മെൻറ്റ് ലെറ്റർ ഇഷ്യൂഡ് ബൈ HR ഡിപ്പാർട്ട്മെൻറ്റ്. ടാക്സ് ക്രെഡിറ്റ് ഡോക്യുമെൻറ്റ് ഡൗൺലോഡഡ് ഫ്രം റവന്യൂ അക്കൗണ്ട്. ക്രിട്ടിക്കൽ ഓർ ജനറൽ വർക്ക് പെർമിറ്റ് ഫോർ സ്റ്റാമ്പ് 1 ഹോൾഡേഴ്സ്. അക്കോമഡേഷൻ പ്രൂഫ്, എക്സാമ്പിൾ ടെനൻസി എഗ്രിമെൻറ്റ്, ലാൻഡ് ലോഡ് ലെറ്റർ ഓർ യൂട്ടിലിറ്റി ബിൽസ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്പോൺസേഴ്സ് ഡോക്യുമെന്റ് എന്തൊക്കെയാണെന്ന് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് ആപ്ലിക്കൻസ് ഡോക്യുമെന്റ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. All previous original passports along with copies of all visa or stamp pages from previous passports. Blank pages not needed. 2 photographs, 35 mm into 45 mm, white background, face covering 80%, ears visible, lips closed, no spectacles. 6-month updated bank statement, minimum balance ₹40,000 to ₹80,000 with bank seal and signature. Property deed along with certified English translation if available. Fixed deposit copies if any, not mandatory. Pension payment order if retired.
അപ്പോൾ ഓൾ ഡോക്യുമെൻറ്റ്സിൻ്റെ 1 സെറ്റ് കളർ കോപ്പിയാണ് വേണ്ടത്. പാസ്പോർട്ട് നിങ്ങളുടെ ഒറിജിനൽ പാസ്പോർട്ട് ആപ്ലിക്കൻ്റ് കൊണ്ടുപോകണം. ബാക്കി എല്ലാത്തിൻ്റെയും കോപ്പി മതി, കളർ കോപ്പി മതി. ഇപ്പം നിങ്ങൾക്ക് ആപ്ലിക്കൻസ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.